തങ്ങളുടെ മുൻഗാമിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് കാരശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുകയാണ് MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജുവും സംസ്ഥാന പ്രസിഡന്റ് PK നവാസും. ജില്ലാ പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന മിസ്ഹബ് കീഴരിയൂരിന് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇരുവരും എത്തിയത്. തങ്ങളുടെ മുൻഗാമിക്ക് വേണ്ടി വോട്ട് തേടിയും പ്രസംഗിച്ചും കാരശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്ക് ശക്തി പകരുകയാണ് MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജുവും സംസ്ഥാന പ്രസിഡന്റ് PK നവാസും. ജില്ലാ പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന മിസ്ഹബ് കീഴരിയൂരിന് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇരുവരും കാരശ്ശേരിയിലെത്തിയത്. MSF സംസ്ഥാന പ്രസിഡന്റായിരിക്കെ വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടത്തിൽ ശക്തമായി നിലകൊള്ളുകയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്ത വിദ്യാർത്ഥി നേതാവാണ് മിസ്ഹബ്. അക്കാലത്ത് സഹപ്രവർത്തകരായി അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടവരാണ് നവാസും സജുവും. മിസ്ഹബ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഡിവിഷനിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയിൽ അഹമ്മദ് സജു കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റിയിലും PK നവാസ് വല്ലത്തൈപ്പാറയിലും സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വലിയ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന പ്രചരണങ്ങളിൽ കാണുന്ന കാഴ്ചകൾ കേരളത്തെ കഴിഞ്ഞ 9.5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായൊരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവ്വതലങ്ങളിലും ജനവിരുദ്ധത മാത്രം മുഖമുദ്രയാക്കിയ ഇടത് സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ താക്കീതായി മാറും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പറഞ്ഞു. ഇടത് സർക്കാരിൻ്റെ സംഘപരിവാർ വിരുദ്ധത വാക്കിൽ മാത്രമാണെന്നും പ്രവൃത്തിയിലില്ലെന്നും ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സെമിഫൈനലാണ് എന്ന് നമ്മൾ പറയാറ്. സാധാരണ നാട്ടുകാരുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതങ്ങളുടെ അനുഭവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. അങ്ങനെ പ്രതിഫലിക്കുമ്പോൾ ജീവിതത്തിന് എല്ലാ മേഖലയിലും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനസമൂഹം, മാത്രമല്ല എല്ലാ നികുതിയും വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ്, വലിയ കടബാധ്യതയിൽ കേരളത്തിൽ എത്തിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അസൈനടത്തിൽ അധ്യക്ഷനായി TJ റോയ് മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് CK കാസിം, യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി അംഗം PM മുഹമ്മദ് അലി ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം KM ഫവാസ്, MT അഷ്റഫ്, KM റഷീദ്, K കോയ, സലാം തേക്കുംകുറ്റി തുടങ്ങി നിരവധി UDF നേതാക്കളും സ്ഥാനാർത്ഥികളും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.